കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രിയദർശിനി അവാർഡുകൾ വിതരണം ചെയ്തു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുന്നന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രിയദർശിനി അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവും നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി SSLC +2 പരീക്ഷയിലും എല്ലാ വിഷയത്തിനും A+ വാങ്ങുന്ന കുട്ടികൾക്കും മറ്റു പരീക്ഷകൾക്ക് കലാകായിക മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്കും നൽകി വരുന്ന പ്രിയദർശിനി അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവുമാണ് നടത്തിയത്. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ A+ വാങ്ങിച്ചു, +2-ൽ A+ മികച്ച വിജയവും നമുക്ക് നേടാൻ കഴിഞ്ഞു. നമുക്കിനിയും ഒരുപാട് പറന്നുയരാനുണ്ട് കുട്ടികൾക്ക്, അല്ലേ? ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പറന്ന് മുന്നോട്ട് പോകുവാനുള്ള സകല സാഹചര്യങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ട്. നമുക്ക് പഠിക്കാൻ കഴിയണം. ആഗ്രഹം പോലെ നിങ്ങൾ ആശിക്കുന്നത് പോലെയുള്ള സ്ഥാനങ്ങളിലൊക്കെ പഠിച്ച് മിടുക്കരായി എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രക്ഷിതാക്കളുമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും A+ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചു കാണും. ഓരോ അവാർഡ് വാങ്ങിക്കുമ്പോഴും രക്ഷിതാക്കൾക്കും ഒരു തരത്തിലുള്ള വെപ്രാളമാണ്, അല്ലേ? അവരുടെ മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച് പേടിക്കേണ്ട. ഇപ്പൊ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിച്ച കുഞ്ഞുങ്ങൾ ഇനിയും വളരെ മികച്ച വിജയത്തിലേക്ക് പോകും എന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. കുട്ടികൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും അതുകൊണ്ട് നേരുകയാണ്. മണ്ഡലം പ്രസിഡന്റ് മാതാനം ലാലൻ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് പല ആദരവും ഇതിനു മുമ്പേ കിട്ടിക്കാം. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടി, നിങ്ങൾ പഠിക്കുന്ന മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടി, നിങ്ങളുടെ സമുദായത്തിന് കിട്ടി. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആദരവ് നൽകുന്നതിന് ഒരു കാര്യം വ്യക്തമായി തുറന്നു പറയുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ SSLCക്കും +2-നും A+ മേടിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ജീവിതത്തിൽ A+ ഉള്ളവരായി മാറണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കാണുവാൻ കഴിയുന്ന മനസ്സുള്ള ആളുകളായി മാറണം. ഇന്ന് പല ആളുകളുടെയും അവരെ പഠിച്ച് ഒന്നുകിൽ ഡോക്ടറാവും, അല്ലെങ്കിൽ എഞ്ചിനീയറാവും, അല്ലെങ്കിൽ വിദേശ രാജ്യത്തെ മറ്റേ തൊഴിലുമായി കടന്നു ചെല്ലുന്ന ആളുകൾ. അവരുടെ ലക്ഷ്യം ഉന്നത ജോലി സമ്പാദിക്കുക, മുന്തിയ ഒരു കാറ് മേടിക്കുക, 2 നില വീട് പണിയുക, അവിടെ മനോഹരമായി തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുക. പക്ഷേ അങ്ങനെയുള്ള ആളുകളായി നിങ്ങൾ മാറരുത്. അഡ്വക്കേറ്റ് റെജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ ധാരാളം അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ആ അവസരങ്ങളിലേക്ക് പറഞ്ഞെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 30 കോടി ജനങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് നിന്ന് 2025-ൽ നമ്മൾ നിൽക്കുമ്പോൾ 140 കോടിയോളം ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ബ്രിട്ടീഷുകാരുടെ പടപൊരുതി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി അന്ന് ഈ രാജ്യത്തെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ ജാതിയിലുള്ള, വിവിധ സംസ്കാരമുള്ള നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ ബ്രിട്ടീഷുകാർ നൽകിയ ചില കാര്യങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ മിഷണറിമാരുടെ ചില സംഭാവനകൾ മാത്രമായിരുന്നു അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. DCC ജനറൽ സെക്രട്ടറി കോശി പി സക്രിയ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിങ്ങട്ട്, DCC മെമ്പർ സുരേഷ് ബാബു പാലാഴി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബിബിത ബാബു, CP ഓമനകുമാരി, ഗ്രേസി മാത്യു, VJ റെജി, സുനിൽ ആഞ്ഞിലുത്താനം, VT ഷാജി, സുജി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു.